നമ്മുടെ ഏഴാമത്തെ പാർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ മിങ്കിയും അവരുടെ അമ്മയും നമ്മുടെ ജിയാനയും സീക്കൂനെയും സിയാവോയും കൂടി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്ഷണിച്ചതാണ്. അവർ 5 പേരും കൂടി ഒരു ടേബിളിന് ചുറ്റിയിരുന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ മിങ്കി അവരുടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ കഴിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ തന്നെ ഓർഡർ ചെയ്ത് പഠിക്കുക, നിനക്ക് ഇത്ര എളുപ്പമായിട്ടും ഓർഡർ ചെയ്യാൻ അറിയില്ല, നീ ആൾക്ക് ചെയ്ത് പഠിക്കുമെന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ നീ അത് നോക്കിയാണ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ നമ്മുടെ സിയാവോടെ നേരത്തിരിക്കുകയാണ്. എന്നിട്ട് സിയാവോട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നീ ഇപ്പോൾ സ്കൂളിൽ ടോപ്പറല്ലേ, നീ ഈ വർഷം കൂടിയല്ല അവിടെ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഈ വർഷം കഴിഞ്ഞ് നീ അടുത്ത തവണ എന്തിനാ ചെയ്യുന്നത്? TLS എന്നൊരു കോഴ്സ് ഉണ്ട്, ആ കോഴ്സ് നീ ചേരുന്നുണ്ടെന്നൊക്കെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അറിയില്ല, എനിക്ക് എൻ്റെ ടീച്ചർ പറഞ്ഞിരുന്നു എന്നോട് ആ കോഴ്സ് ചെയ്യാൻ, പക്ഷെ എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ എനിക്കിഷ്ടമുള്ളത് ചെയ്തോ, നീ എന്തായാലും ടോപ്പറല്ലേ എന്നൊക്കെ പറയണം. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ ജിയാൻ്റെ നേരെ തിരിഞ്ഞിട്ട്, മോളെ ജിയാൻ, എനിക്ക് എന്തോ പ്രൈസ് കിട്ടിയല്ലോ, അതെന്തിനാണെന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയണം, അത് ആൻറ്റി, എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഈ വുഡ് ആർട്ട് ചെയ്യുന്നതിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, ഞാനിപ്പോലും അറിയാതെ എൻ്റെ ചേട്ടന്മാർ എന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് അതിന് അവാർഡ് കിട്ടിയെന്നൊക്കെ അവൾ വലിയ വർത്തമാനം പറയുമ്പോൾ സിയാവ് പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനത്തേനൊക്കെയാണ് താല്പര്യം, അതുകൊണ്ടാണ് അവളെ ആർട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തത്, അതുകൊണ്ട് അവൾക്ക് പ്രൈസ് കിട്ടി, ഇനി അവളുടെ ഗ്രാജുവേഷന് ശേഷം അവളെ അങ്ങനെ വലുതും പഠിപ്പിക്കാൻ വിടണം എന്നൊക്കെ സിയാവ് പറയാണ്. അത് ശരി, അതാണ് നല്ലത് എന്നൊക്കെ മിങ്കിയുടെ അമ്മയും പറയാണ്. പിന്നീട് മിങ്കിയുടെ അമ്മ നമ്മുടെ സീക്കുവിനെ നേരത്തെ സീക്കുവിനോടും ചോദിക്കുന്നുണ്ട്, നീയും സ്കൂളിൽ നല്ല പഠിക്കണ കുട്ടിയാണല്ലോ, നീയും ഇനി എന്തൊക്കെ പ്ലാൻ എന്നൊക്കെ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ ചോദിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ അവരോട് പറയണം. അപ്പോൾ മിങ്കുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാനും എൻ്റെ മിങ്കുവിനെ അവളുടെ സ്കൂളിലത്തെ പഠിത്തം കഴിഞ്ഞിട്ട് ലോയർ ആവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇനി അവളെ അതിന് ചേർത്തണം എന്നൊക്കെ അവർ പറയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി അത് ശരിയാണ്, നല്ലതാണെന്നൊക്കെ ഇങ്ങനെ അവർ പറയണം. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട്, എന്താ മാം കഴിക്കാൻ വേണ്ടത്, നിങ്ങൾ നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിങ്കി 3-4 ഐറ്റംസ് പറഞ്ഞിട്ട് ഇതിൽ ഏത് നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് മിന്നുവിൻ്റെ അമ്മക്ക് ദേഷ്യം വരും. മിന്നുവിൻ്റെ അമ്മ ആ കാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് 3-4 ഐറ്റംസ് പറയണം. എന്നിട്ട് പിന്നെ അവർക്ക് വേണ്ട എന്തോ ഒരു ഐറ്റം പറയുമ്പോൾ ആ സാധനം ഇവിടെ ഉണ്ട്, അതൊക്കെ അവരുടെ ഫുഡാട്ടോ, അതൊക്കെ എനിക്കറിയാത്തത്. അപ്പോൾ ആ സാധനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, നിങ്ങൾ ഫ്രഷാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നോക്കാമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് ആളുടെ കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജിയാനെ മിങ്കിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ പറഞ്ഞാൽ നീ ലോയർ ആവാൻ പഠിക്കാൻ പോകുകയാണെന്ന്, അതെപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണം, ഞാനിപ്പോഴും അറിഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴാണ് ലോയർ ആവാൻ പോകുന്നത് എന്ന് എൻ്റെ അമ്മ അവരോട് പറയുകയാണ്, കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ആ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിയാവും ജിയാനും സീക്കും കൂടി ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവരിൽ നിന്ന് കുറച്ച് മാറായിട്ട് നമ്മുടെ മിങ്കിയും അവരുടെ അമ്മയും സംസാരിക്കണം. മിങ്കിയുടെ അമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ, നീ ആ സീക്കിനെ വിട്ടിട്ട് നമ്മുടെ സിയാവിനെ നോക്കുക, അവന് സ്കൂളിൽ ടോപ്പറാണ്, അവനെ നോക്കിയാൽ മതി എന്നൊക്കെ അവളുടെ അമ്മ പറഞ്ഞെടുക്കണം. അപ്പോൾ അവൾ, ഞാൻ ജിയാൻ്റെ കൂടെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നീ ജിയാൻ്റെ കൂടെ വേഗം പോയിക്കോ, നേരം വൈകുന്നതിന് മുമ്പ് നീ എന്തായാലും വീട്ടിൽ തിരിച്ചെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞേക്കണം. അപ്പോൾ അവൾ താങ്ക് യു മാം, ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അവരുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. പിന്നെ അന്ന് രാത്രി നമ്മുടെ ജിയാനെ ഇങ്ങനെ മൂടി പുതച്ച് നെറ്റുമ്മലെ തുണിയൊക്കെ നനച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് അവരുടെ അച്ഛൻ വന്നിട്ട് അവരുടെ ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്. അപ്പോൾ 34 ഒരു പനി പനിച്ച്, അതുകൊണ്ട് ആള് വാട്ടർ ബോട്ടിലൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവളെ അച്ഛനെ നോക്കണം, പനി കുറച്ച് കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നത്, അച്ഛൻ ഞാൻ നാളെ സ്കൂൾക്ക് പോകണ്ടല്ലോ, എനിക്ക് പനിയല്ലേ, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ പറയണേ, നാളെ, അപ്പോൾ നാളെ നോക്കാമെന്ന് പറയണം. ആൾക്ക് ഓൾറെഡി സ്കൂളിൽ പോകാൻ മടിയാണ്, സ്കൂളിൽ പോകുന്നതിനെ ഉറങ്ങാനായിട്ടാണ്. അപ്പോൾ അതും കൂടി കേട്ടുമ്പോൾ അവൾ എനിക്ക് നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ കിടക്കും. പിന്നീട് പിറ്റേ ദിവസം ഇവരുടെ ക്ലാസ്സിൽ നമ്മുടെ മിങ്കു കാര്യമായിട്ട് നോട്ട് ചെയ്താണ്, 2 നോട്ട് ചെയ്തെന്ന്. ആദ്യം അവൾ നോട്ട് ചെയ്തിട്ട് പിന്നെ വേറെ നോട്ട് ചെയ്താണ്. ഈ സമയം നമ്മുടെ സീക്ക് അവൻ്റെ ക്ലാസ്സിൽ എന്താ ബുക്കൊക്കെ എഴുതി ബുക്കിലൊക്കെ നോക്കി നിൽക്കാനായിട്ട് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ആ പുസ്തകമൊക്കെ മടക്കി വെച്ച് അവനെ അവിടുന്ന് എഴുന്നേറ്റ് അവൻ്റെ ഒരു ബോൾ എടുത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട്, എടാ എൻ്റെ ഡാഡ് തന്നതാണ്, നിനക്ക് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കവർ അവൻ്റെ അടുത്ത് കൊടുക്കണം. അപ്പോൾ അവൻ ആ കവറൊന്നും ഒഴിക്കാണ്ട് അവൻ്റെ ടേബിളിൽ വെച്ചിട്ട് അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ നിന്ന് അവൻ്റെ അച്ഛനെ കാണാനില്ല. അപ്പോൾ അവൻ വീണ്ടും കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നിട്ട് ആ കവർ എടുത്ത് നോക്കുമ്പോൾ അതിലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ത് സംഭവമാണോ മനസ്സിലാകും. അപ്പോൾ അവനക്ക് മനസ്സിലാകുന്നത് അവൻ്റെ ശരിക്കും അച്ഛൻ കൊടുക്കുന്നതല്ല. അപ്പോൾ അവൻ ആ കവർ എടുത്തിട്ട് വരാന്തയിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അവന് വരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മിങ്കി ഒരു ബുക്കൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവൾ അവനെ കണ്ടേക്ക് അവനോട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ലെക്ചർ നോട്ട്സ് എഴുതിയിട്ടുണ്ട്, പക്ഷെ
പക്ഷെ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പിന് അവന് അവളെ മെയിൻറ്റ് ചെയ്യാതെ അവിടെ നിന്ന് വേഗം ഓടിപ്പോകണം. അപ്പോൾ അവന് ഈ ഓടിപ്പോകുന്നത് ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ബെഞ്ചിന് ചുറ്റുമായിട്ട് ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഈ KFC അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് പിന്നെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ തിരിതാര് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വന്ന് നിൻ്റെ അച്ഛനെ ഗിഫ്റ്റായിട്ട് തന്നതാണ്, നിൻ്റെ അച്ഛന് ഭയങ്കര റിച്ചാണ്, അപ്പോൾ നീ നല്ല ലക്കി ആയിരിക്കും എന്നൊക്കെ അവർ ഇവനോട് പറയുമ്പോൾ ഇവനക്ക് ദേഷ്യം വന്നിട്ട് ആ ഫുഡൊക്കെ കൂടി വാരി കൂട്ടിയിട്ട് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് ആരാ അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ച് അവനും ഇവൻ്റെ കൂടെ ഓടുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഓടുന്ന കണ്ടിട്ട് നമ്മുടെ മിങ്കി ഇവരുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ മിങ്കി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ ചേട്ടന്മാർ എവിടേക്കാണ് ഈ ഓടിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം അവൻ്റെ റിയലായിട്ടുള്ള അച്ഛന് വന്നിരുന്നു, അപ്പോൾ അവന് അവരെ കാണാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുമ്പോൾ മിങ്കിയും അവരുടെ പിന്നാലെ ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ സീക്ക് അവൻ്റെ അച്ഛന് ഈ ഒരു സ്റ്റെയർ ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ അവന് അയാളെ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് ആ ഫുഡൊക്കെ കണ്ട് അയാളെ ദേഹത്തേക്ക് കയറുകയാണ്. അപ്പോൾ അയാളത് കണ്ടിട്ട് എടാ സീക്കു നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവന് ദേഷ്യപ്പെട്ട് പറയണേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പിന്നാലെ വരരുതെന്ന്, നിങ്ങൾ എന്തിനാ എൻ്റെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുത്തത്, ഇനി മേലെ നിങ്ങൾ എൻ്റെ കണ്ണിൽ കണ്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വരെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ്. പിന്നീട് ഇവർ പോകുന്നത് വാഷ്റൂമിലേക്കായിരുന്നു. എന്നിട്ട് ഇവന് ദേഷ്യം വന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒരുപാട് വെള്ളമാക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അവനോട് പറയുന്നുണ്ട്, നീ ഈ കാര്യം നിൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു, ഇനി ഒരുപാട് കഴിഞ്ഞിട്ട് ഇവരിത് അറിയുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം ആവില്ല, ഇനി എൻ്റെ അച്ഛനോട് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ ചെക്കൻ്റെ മുഖത്തേക്ക് വെള്ളം നിറപ്പിച്ചിട്ട് ഇതൊന്നും അവരോട് പറഞ്ഞാൽ ശരിയാകത്തില്ല, അവർക്കത് വിഷമാകും, ഞാനിത് പറയാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ അവൻ പറയുമ്പോൾ ആ ചെക്കൻ പറയുന്നുണ്ട്, പിന്നീട് ഇത് വലിയ പ്രശ്നമായാൽ നിൻ്റെ അച്ഛനായിരിക്കും കൂടുതൽ സങ്കടം, അപ്പം നീ പറയുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അവന് ആലോചിച്ചിട്ട് പിന്നെ അവനക്കത് ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചെറിയ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ റൂമിന് പുറത്തായിട്ട് നമ്മുടെ ജിയാനും സിയാവും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി കരയുന്ന കണ്ടിട്ട് ഇവളിങ്ങനെ ശരിക്കും പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് അവളുടെ പല്ലിനൊരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വന്നത്. ആ ചെറിയ പെൺകുട്ടി കരഞ്ഞു പോകുന്നത് കണ്ടിട്ട് സിയാവ് നമ്മുടെ ജിയാനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, നീ പേടിക്കൊന്നും വേണ്ട, അത് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല, നമ്മൾ അനസ്തറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പല്ലിന് സൂചി വെക്കുന്നത്, ആ സൂചി വെച്ചാൽ തന്നെ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല, നമ്മൾ പിന്നെ പല്ല് പറിക്കുന്നത് നന്നാക്കുന്നതൊന്നും അറിയില്ല എന്നൊക്കെ അവളോട് പറയുമ്പോൾ എനിക്കിപ്പോൾ ടോയ്ലറ്റ് പോകണം പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയണം, നീ ഇപ്പോൾ 5 മിനിറ്റ് അല്ലേ ടോയ്ലറ്റിൽ പോയി വന്ന്, നീ പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല, വേദന ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴാണ് അവരൊരു സിസ്റ്റർ വിളിക്കുന്നത്. ആദ്യം ജിയാന്ന് വിളിക്കുമ്പോൾ ഇവിടെ ആദ്യം പേടിക്കും. എന്നിട്ട് പിന്നെ ജിയാൻ്റെ കൂടെ ആരും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ സിയാവ് പറയണ്ട ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ജിയാനെയും കൂട്ടിയിട്ട് വേഗം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അവിടെ അവൾ പറഞ്ഞു എനിക്ക് നന്നായിട്ട് വേദനിക്കും, ഞാൻ വരുന്നില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും സിയാവ് വിടുന്നില്ല, പേടിക്കൊന്നും വേണ്ട, ഒരു വേദനയൊന്നും ഇല്ല എന്നൊക്കെ അവരും പറഞ്ഞിക്കാണ്ട് അവളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇനി നോണ പറയാ എനിക്കല്ല വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവൻ്റെ പിന്നാലെ ചുരുങ്ങിയോട് ഇങ്ങനെ പോവുകയാണ്. പിന്നീട് അവളുടെ പല്ല് നന്നാക്കാൻ വേണ്ടിയിട്ട് അവളെ ഒരു ചെയറിൽ കിടത്തിയിട്ടുണ്ടാകും. അപ്പോൾ അവൾ പേടിച്ചേക്കാണ്ട് കൈയൊക്കെ ചുരുട്ടി പിടിച്ചേക്കാണ്ടാണ് ആ ചെയറിൽ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ചെയറും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ നിൽക്കുമ്പോൾ ഒരു ഒച്ച ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദം കേട്ട് ഇവളത് പേടിച്ചിട്ട് വീണ്ടും കൈ ചുരുട്ടി പിടിക്കുക. അപ്പോൾ സിയാവ് പേടിക്കേണ്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ സിസ്റ്റർ പറയണ എൻ്റെ ചേട്ടൻ നല്ല കൂളാണല്ലോ, ഇത്ര നല്ല ചേട്ടനെ കണ്ടുണ്ടായിട്ട് നീ എന്തിനെ പേടിക്കുന്നത്, നീ കൂളായിട്ട് നിൽക്കുക, വല്ല വേദനയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവളോട് കണ്ണ് ചിമ്മി ഇങ്ങനെ നിൽക്കാൻ പറയുമ്പോൾ അവൾ കണ്ണ് ഇങ്ങനെ ചിമ്മിക്കാണ്ട് കൈയൊക്കെ തല ചുരുട്ടി പിടിക്കുകയാണ്. അപ്പം നമ്മുടെ സിയാവോ അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തലോടിയിട്ട് പേടിക്കണം, ഞാനിവിടെ ഉണ്ട്, എനിക്ക് വേദനയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് അവളുടെ പല്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിയാവോ അവളോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട്, എൻ്റെ പല്ല് ഓക്കെ അല്ലേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, വേദനയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് മേലാൽ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകരുത്, ഇതോട് കൂടി കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് നമ്മുടെ ജിയാനെ കട്ടിലുമ്പോൾ തലയും വെച്ച് കാലിൽ ചുമറ്റുമുള്ളൊക്കെ കയറ്റിയിട്ട് അങ്ങനെ അവളുടെ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവളെ തലൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ മിങ്കിയുണ്ട്. ഞാൻ എഴുതിയ നോട്ട്സൊക്കെ ആയിട്ടായിരുന്നു അവൾ വന്നിരുന്നത്. അപ്പോൾ അവൾ എങ്ങനെയാണ് എൻ്റെ പല്ല് വേദന, എവിടെയാണ് വേദന എന്നൊക്കെ
പറഞ്ഞ് അവളുടെ കവിളത്തൊക്കെ ഞാൻ തൊട്ട് നോക്കുകയാണ്. അപ്പം നമ്മുടെ സിയ ഒരു കൊക്കക്കോളയുടെ ബോട്ടിൽ എടുത്തിട്ട് നമ്മുടെ മിങ്കുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, നീ എന്തെന്ന് ട്യൂഷൻ ക്ലാസ്സിനൊന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ല ഞാനിന്ന് ക്ലാസ്സിന് പോയില്ല എന്ന് പറയാണ്. അപ്പം ജിയാൻ വേഗം എണീച്ചിരിക്കാനുണ്ട്. അവളുടെ അടുത്തേക്ക് സിയാവ് കൂടി ഇരുന്നിട്ട് രണ്ടുപേരും കൂടി അവളെ നോക്കിയാണ് വെരി ഗുഡ് എന്ന രീതിയിൽ ഇങ്ങനെ കൈ ചുട്ടി കാണിച്ചാണ്. ജിയാൻ ചോദിച്ചു, അപ്പം നിൻ്റെ അമ്മ അറിഞ്ഞാൽ നിന്നെ വഴക്ക് പറയില്ല, ചീത്ത കേൾക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയണം അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, അപ്പം അമ്മ ഇതൊന്നും ശ്രദ്ധിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും അവർ രണ്ടുപേരും അതേപോലെ വെരി ഗുഡ് എന്ന രീതിയിൽ ഇങ്ങനെ കൈ ചുട്ടി ഇങ്ങനെ കാണിച്ചാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സീറ്റ് എങ്ങനെ അവന് ഓക്കെ ആണോ, അവന് കുഴപ്പത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ജിയാൻ ചോദിക്കുന്നുണ്ട് എന്താ അവനക്ക് എന്താ പറ്റിയ, സ്കൂളിൽ നിന്ന് വല്ല പ്രോബ്ലം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ മിങ്കി പറയണ അന്ന് അവൻ്റെ റിയൽ അച്ഛൻ വന്നിരുന്നു, എന്നിട്ട് കുറേ ഫുഡൊക്കെ അവനക്ക് അവൻ്റെ ഫ്രണ്ട്സിനെ കൊടുന്ന് വന്നപ്പോൾ അവനെ ദേഷ്യപ്പെട്ട് അവൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് ഫുഡൊക്കെ വലിച്ചെറിഞ്ഞു എന്നൊക്കെ അവരോട് പറയുമ്പോൾ സിയാവ് അവളോട് പറഞ്ഞു ഈ കാര്യം എന്താണെന്ന് ശരിക്കും പറഞ്ഞു കൊണ്ടെന്ന് പറയണം. അപ്പോൾ അവളിങ്ങനെ പറയാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സീക്ക് വരുന്നത്. സീക്ക് വന്നിട്ട് അവൻ്റെ ജിയാന് വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ അവളെ കണ്ടിട്ട് നിൻ്റെ പല്ലൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് സിയാവോയും മിങ്കിയും കൂടി ഓടി വരുന്നുണ്ട്. അപ്പോൾ മിങ്കുവിനെ കണ്ടേക്ക് മിങ്കു നീയും വന്ന് ഇവിടെ നീ എപ്പോഴും എത്തിയെന്ന് അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ജിയാനെ സിയാബ് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ സ്കൂളിൽ പ്രശ്നം ഉണ്ടായത്, നിൻ്റെ അച്ഛൻ എന്ത് എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സീക്ക് പറയണം അയാൾ ഇങ്ങോട്ടും വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല നീ കാര്യം പറയാം, എന്താ അവിടെ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ആരും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മിങ്കി പറയുന്നുണ്ട് ഞാനാണ് അവരോട് പറഞ്ഞതെന്ന് മിങ്കി പറയുമ്പോൾ അവളെ നേരെ ചൂടാവുന്നു. നിന്നോട് ആര് പറഞ്ഞിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് ഒന്ന് പറയുന്നത്, എനിക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അവൾ അവിടുന്ന് ജിയാൻ്റെ റൂമിൽ പോയിട്ട് അവളെ ബാഗ് കൊടുത്തിട്ട് അവരോടൊന്നും ഉണ്ടാകാതെ ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സിയാവിനോട് പറയുന്നുണ്ട് നീ വേഗം അവളുടെ കൂടെ പോയി അവളൊന്ന് ഓക്കെ ആക്കിയെന്നൊക്കെ പറയുമ്പോൾ സിയാവ് വേഗം അവിടെ നിന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് അവളുടെ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ഇവളുടെ ഈ അപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ ഇവളിങ്ങനെ പോലെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നടന്നു പോകുമായിരിക്കും. അപ്പോൾ സിയാവ് അവളെ വിളിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കും, എനിക്ക് അവിടെ സംസാരിക്കാണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൾ കണ്ണൊക്കെ തൊത്തിയിട്ട് ഒക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോവുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഇവർ ചെറുപ്പത്തിൽ കളിച്ചില്ലായിരുന്നു ഒരു ചെറിയ രണ്ട് ഊഞ്ഞാല, ആ ഊഞ്ഞാലമ്മ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ മിങ്കി പറയുന്നുണ്ട് ഞാൻ ശരി ആ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയില്ല എന്നുള്ളത് എന്നൊക്കെ അവളിങ്ങനെ അവനോട് സങ്കടപ്പെട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ അവൻ പറയണ സാറിലൊക്കെ പോട്ടെ, അവൻ സങ്കടം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ നീ അതൊന്നും കാര്യമാക്കേണ്ട മനസ്സിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് കേട്ടിങ്ങനെ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വിട്ടിങ്ങനെ നോക്കിക്കുമ്പോൾ അവനൊന്ന് വിരലൊന്ന് ഞൊടിക്കുന്നുണ്ട്. ഇതെന്തെങ്ങനെ നോക്കുന്നത്, നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ഞാൻ ഓക്കെ എന്നാൽ ശരി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജിയാനെ നമ്മുടെ സീക്കുവിനെ ഇങ്ങനെ തുറച്ച് നോക്കുന്നതായിട്ടോ. അവൻ അതേപോലെ ഇങ്ങനെ അവളെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ സിയാവ് വരികയാണ്. അപ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട് മിങ്കി അങ്ങനെ സങ്കടപ്പെട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണില്ല അവൾ ചിരിച്ചോണ്ട് പോയത്, അവൾക്ക് കുഴപ്പത്തില്ല, അവൾ ഓക്കെ എന്ന് പറയാണ്. എന്നിട്ട് സിയാവ് സീക്കിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ ഇന്ന് സ്കൂളിൽ നടന്നത് പറയാമെന്ന് പറയുമ്പോൾ അവന് ചുരുക്കി പറയണം എൻ്റെ അച്ഛൻ ഫുഡൊക്കെ ആയിട്ട് വന്നിരുന്നു, ഇതിന് മുമ്പ് സ്കൂൾക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു, എന്നെ തിരിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറയാണ്. പക്ഷേ എനിക്ക് അയാളെ ഇഷ്ടമല്ല, എനിക്ക് അയാളെ കൂടെ പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സീക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് അന്ന് രാത്രി ഇവർ 4 പേരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിയാവും സീക്കും പിന്നെ ജിയാനും കൂടി എപ്പോഴും ഭയങ്കര സംസാരിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ആരും വല്ലാതെ സംസാരിക്കാത്തത് കൊണ്ട് നമ്മുടെ ജിയാൻ്റെ അച്ഛൻ ലീ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത്, എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ ഒന്നും ലച്ചാന്ന് പറയണം. അപ്പോൾ നമ്മുടെ സീക്ക് ഒരു മീറ്റിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ ജിയാൻ്റെ പാത്രത്തേക്ക് ഇടാൻ നിൽക്കുമ്പോൾ അവൾ ആ പാത്രം വലിക്കുകയാണ്. അപ്പോൾ അവനത് സിയാവോടെ പാത്രത്തേക്ക് ഇടാൻ നിൽക്കും. അപ്പോൾ സിയാവോ അവൻ്റെ പാത്രം വലിക്കുമ്പോൾ ലീക്ക് എന്ന സംശയം തോന്നിയിട്ട് ലീ അയാളെ പാത്രം നീട്ടി കൊടുക്കും നദി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സീക്ക് അത് കിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിയാന് അവൾ ഒരു മീറ്റ് എടുത്തിട്ട് നമ്മുടെ സിയാവോക്ക് ഇട്ടുകൊടുക്കും, അതേപോലെ സിയാവോ ഒരു മീറ്റ് എടുത്തിട്ട് ജിയാന് ഇട്ടുകൊടുക്കാൻ അവർ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഷെയർ ചെയ്യണം. അപ്പോൾ തന്നെ ലീക്ക് സംശയം തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു ലീ കുറച്ച് ഒരു മീറ്റൊക്കെ എടുത്തിട്ട് അവനക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് സീക്കുവിനൊക്കെ ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ട്. പിന്നീട് അടുത്ത ദിവസം നമ്മുടെ ലീൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിക്കാണ്ട് ഭക്ഷണം കഴിക്കായിരിക്കും ലിങ് നമ്മുടെ സിയാവിൻ്റെ അച്ഛൻ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഡൽഹി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് അയാളെ ജോലി നോക്കി ഉള്ളിൽ പോകണം. അപ്പോൾ ലിങ് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന സമയത്താണ് ലീൻ്റെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ലീനോട് പറയുന്നുണ്ട് എടാ നിൻ്റെ ഫോൺ അടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നീ എടുക്ക് ഞാനിപ്പോൾ തിരക്കില്ലാന്ന് ലീൻ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഫോൺ എടുത്തിട്ട് ഹലോ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതോ പേര് പറയും. അപ്പോൾ ഞാൻ ലീക്ക്
കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ലീനെ വിളിക്കുകയാണ്. അപ്പോൾ ലീ വന്നിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ആ പേര് ഞാൻ പറയാം. ആ പേര് രണ്ടുപേർക്ക് നല്ല കേട്ട് പരിചയമുള്ള പേരായിരിക്കും. അപ്പോൾ അത് രണ്ടുപേരും മുഖത്തോട് നെട്ടിക്കാണ് ഞാൻ നോക്കുന്നുണ്ട്. പിന്നീട് നിൽക്കുന്നത് നമ്മുടെ സീക്കുവിൻ്റെ അച്ഛനില്ലേ, ഡാഡ്, അയാളെയാണ്. അപ്പോൾ അയാളിങ്ങനെ എന്താ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് നമ്മുടെ സീക്കുവിൻ്റെ റൂമിലോട്ടൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ ബാക്കിലായിട്ട് നമ്മുടെ ലീ വന്നിട്ട് എന്താ നോക്കണോ എന്ന് ചോദിക്കുമ്പോൾ സീക്ക് ഈ ചെറിയ റൂമിലായിരുന്നു കിടന്നിരുന്നത്. അവനെങ്ങനെ ഈ ചെറിയ റൂമിൽ കിടക്കാൻ തോന്നി, അവനക്ക് എങ്ങനെ ഈ ചെറിയ മുറിയിൽ കിടക്കാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ അയാൾ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കണം. എന്നിട്ട് അയാൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ ലീ പറയുന്നുണ്ട്, നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി ഇങ്ങോട്ട് പോരും, ഞാൻ നിങ്ങൾക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുടിക്കുക എന്നൊക്കെ പറയണം. എന്നിട്ട് അയാൾ ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ അടുത്തായിട്ട് നമ്മുടെ ലീ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ലിങ് അങ്ങോട്ട് വരുന്നുണ്ട്. ലിങ് ഇങ്ങനെ അയാളിങ്ങനെ ഒരു മാതിരി മറ്റും നോക്കിയാണ്ട് അവിടെ ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ്. ലിങ് ഒരു പോലീസുകാരനാണല്ലോ, അപ്പോൾ എപ്പോഴും ഒരു സംശയത്തോടല്ലേ നോക്കുക. ലിങ് വന്നത് അയാൾക്ക് പറ്റാത്തത് കൊണ്ട് അയാൾ ലിങ്ങിനോട് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാവോ, എനിക്ക് ഇദ്ദേഹത്തോട് തനിച്ചിരുന്ന് സംസാരിക്കണം, എനിക്ക് എൻ്റെ മകനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ലീ പറയുന്നുണ്ട്, ഇയാൾ സീക്കോയുടെ ഗോഡ് ഫാദറാണ് എന്ന് പറയുമ്പോൾ ശരി, എന്നാൽ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സീക്കോനെ കൊണ്ടുപോകാനാണ് വന്നത്, എനിക്ക് അവനെ തിരിച്ച് കൊണ്ടുപോയേ പറ്റൂ, ഞാനിപ്പോൾ വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് അതുകൊണ്ട് മക്കളൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ പേരിലുള്ള സ്വത്തും അവകാശവും എല്ലാം സീക്കോന് മാത്രമാണ്, എനിക്കാദ്യം അവനെ തിരിച്ച് കൊണ്ടുപോകാനുള്ള സാമ്പത്തികമില്ലായിരുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അതുകൊണ്ട് എനിക്ക് അവനെ നന്നായിട്ട് നോക്കാം, അവനെ ഞാൻ അബ്രോഡ് കൊണ്ടുപോയി പഠിപ്പിക്കും എന്നൊക്കെ ഞാൻ അയാൾ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ലീക്കും ലിങ്ങിനൊന്നും അല്ലാതെ പിടിക്കുന്നില്ല. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ അവനെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയതല്ലേ, അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എത്ര പൈസ തരുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഞാൻ $1 million ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ ലിങ് പറയണം, $1 million ഞങ്ങൾക്ക് തരുമോ, ഈ 1 million എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ നീട്ടി കാണിക്കുകയാണ്. അപ്പോൾ ലീ ആലോചിക്കുന്നത് എന്താ, ആ 1 million കിട്ടിയാൽ എനിക്ക് എത്ര നൂഡിൽസ് വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാകും. ഇവരെന്തായാലും സീക്കുവിനെ എൻ്റെ കൂടെ പറഞ്ഞു വിടല്ലോ എന്നൊക്കെ വിചാരിച്ച് അയാൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത് ഇയാളെ ഇവർ രണ്ടാളും കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കിക്കട വാതിലടക്കുന്നതാണ്. അപ്പോൾ അയാൾ പറയണേ, ഇവരൊക്കെ എന്തൊരു മനുഷ്യന്മാരാണ്, ഇത്ര നല്ലൊരു ഓഫർ കിട്ടിയിട്ട് ഇവരൊക്കെ ഈ തട്ടിക്കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ ഇയാൾ ഈ ഇറങ്ങി ഇവരുടെ അപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ എത്തുമ്പോഴാണ് നമ്മുടെ സീക്കും ജിയാവോയും പിന്നെ ജിയാനും കൂടി ഇങ്ങനെ സ്കൂളിലോട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടേക്ക് ജിയാനും സിയാവും കൂടി അയാൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സീത്തു ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ല എൻ്റെ മുമ്പിലോട്ട് വരരുത് എന്ന്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവന് ദേഷ്യപ്പെട്ട് അയാളുടെ നേരെ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ സിയാവോയും ജിയാനും കൂടി അവനെ തടഞ്ഞിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവനെ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടാണ് പറയണത്, എനിക്ക് നിങ്ങളെ കാണുന്നതേ ദേഷ്യമാണ്, വെറുപ്പാണെന്നൊക്കെ പറയണം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അവനെ പിടിച്ച് അവരുടെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവരുടെ മുകളിലെത്തുമ്പോൾ ഇയാളിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ എന്നെ കേസ് കൊടുക്കും, നീ ഇതിനൊക്കെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അന്ന് രാത്രി നമ്മളെ സീക്കുവിനെ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ലീവ് ഒരു ഗ്ലാസ് പാലും കൊണ്ട് വരികയാണ്. പാല് വെച്ചിട്ട്, മോൻ നീ വൈകാതെ വേഗം ഉറങ്ങിക്കോ, ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. വീണ്ടും ഒടുക്കനെ വന്നിട്ട് അവൻ്റെ കട്ടിൽമേൽ ഇരുന്നിട്ട് ഇങ്ങനെ അവനോട് പറയാണ്, ജിയാൻ്റെ അമ്മക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ജിയാൻ്റെ അമ്മ മരിച്ചത്, അതൊരു ആൺകുട്ടിയായിരുന്നു, ജിയാന് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്കൊരു ഏട്ടനെ വേണം എന്നുള്ളത്, പക്ഷേ അവളുടെ അമ്മയോട് പറയായിരുന്നു, എനിക്ക് അനിയനെ വേണ്ട, ഏട്ടനായിരുന്നു വേണ്ടത് എന്നൊക്കെ അവളുടെ അമ്മയോട് പറയായിരുന്നു അന്ന്. എന്നിട്ട് അവർ മരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സങ്കടത്തിലായിരുന്നു, അവൾക്കൊരു ഏട്ടനില്ല എന്നതായിരുന്നു. പിന്നീടാണ് ഞങ്ങളുടെ ഇടയിലേക്ക് നീയും സിയാവൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, അവൾക്കൊരു 2 ഏട്ടന്മാരുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് അവള് എന്നൊക്കെ പറയണേ. എന്നിട്ട് എടാ മോനെ, ദൈവം നമുക്ക് ആദ്യം ഒരുപാട് സങ്കടം തരും, പിന്നെ അതിനേക്കാൾ ഇരട്ടി നമുക്ക് സന്തോഷം തരും, അത് ദൈവത്തിൻ്റെ വലിയൊരു കഴിവാണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഇനി നീ നിൻ്റെ മനസ്സിലുള്ള സങ്കടമൊക്കെ വിട്ടിട്ട് നീ നന്നായിട്ട് പഠിക്കാൻ നോക്ക്, നിനക്ക് നല്ലൊരു ദിവസം വരും എന്നൊക്കെ വിചാരിച്ച് നന്നായിട്ട് പഠിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേഘയും ജിയാനും കൂടി അവരുടെ സ്കൂളിലുള്ള ഒരു സ്റ്റോറിൽ പോയി കണ്ട് ജ്യൂസ് ഓർഡർ ചെയ്യാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മളെ സെന്നില്ലേ, ആ ആക്ടർ അവരുടെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ അഡ്മിഷന് ആ പെൺകുട്ടിയും പിന്നെ 2 ഗേൾസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇവരിങ്ങനെ താഴ്ത്തി കെട്ടി പറയാണ്. എന്നിട്ട് ആ സെന്നിനെ കുറിച്ച് ഇങ്ങനെ 2
പെൺകുട്ടികൾ ഇങ്ങനെ മാറി മാറി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇത്ര സാലറി ഉണ്ട്, അവരുടെ അച്ഛന് ഇത്ര സാലറി ഉണ്ട്, അവർക്ക് ഒരുപാട് ഷോറൂമുകളുണ്ട്, ഷോപ്പുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ പറയണം. അപ്പോൾ സെന്നി ഇങ്ങനെ വലിയ ജാടയോടെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിയാൻ്റെ വായിൽ ഒരു ലോലിപോപ്പും വെച്ചിട്ട് നമ്മുടെ മിങ്കിനോട് പറയുമാറി. ഇപ്പോൾ മിങ്കി ബാക്കിൽ 2 കൈയും കെട്ടിയിട്ട് ഇങ്ങനെ പറയണത്, അവൾക്ക് 2 ചേട്ടന്മാരുണ്ട്, അവളുടെ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. ആ ചേട്ടന്മാർ ഒരു വലിയ ചേട്ടന് സ്കൂളിലെ ടോപ്പറാണ്, ചെറിയ ചേട്ടന് ബാസ്കറ്റ് ബോളിലെ വലിയ പ്ലെയറാണെന്നൊക്കെ ഇങ്ങനെ അവളെ കുറച്ചിങ്ങനെ പുകഴ്ത്തി പറഞ്ഞേക്കാണ്ട് അവരവരുടെ ജ്യൂസ് വാങ്ങിച്ചിട്ട് അവർ പോകുകയാണ്. അപ്പോൾ നമ്മുടെ സെൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു കുടുംബത്തിൽപ്പെട്ട 3 സഹോദരങ്ങൾക്ക് അങ്ങനെ 3 ഷോർണേം വരുന്നു എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പറഞ്ഞേക്കാണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മിങ്കിയും ജിയാനും കൂടി അവരുടെ ചേട്ടന്മാർക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം സീക്കുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അറിയുമ്പോൾ മിങ്കി പറയണേ, നീ പോയിക്കോളും, ഞാനിപ്പോൾ വരെ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു, നീ ആ പ്രശ്നം വിചാരിച്ചിട്ടാണോ അത് കാര്യമാക്കണ്ട്, ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ ചെയ്യാൻ പറയണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതൊന്നും കേട്ടോ, എനിക്ക് എൻ്റെ ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഞാനത് ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വേഗം ക്ലാസ്സിലോട്ട് പോവുകയാണ്. പിന്നീട് നമ്മുടെ സീക്കും അവൻ്റെ ഫ്രണ്ടും കൂടി ബാസ്കറ്റ് ബോൾ കളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്, ബോളൊക്കെ കൈ പിടിച്ചിട്ട്. അപ്പോൾ ആ സീക്കുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വന്നതല്ല, അപ്പം നീ അവരുടെ കൂടെ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, എനിക്ക് പോകാൻ തീരെ താല്പര്യമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു കാര്യത്തിൽ പേടിയുണ്ട്, എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് നിയമപരമായിട്ട് തെറ്റല്ല, അപ്പോൾ അവർ കേസ് കൊടുത്താൽ എൻ്റെ അച്ഛനെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് പറയണേ, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എനിക്കിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞതല്ലേ, അപ്പം എനിക്ക് നിൻ്റേതായിട്ടുള്ള ഒരു തീരുമാനം ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവും, അപ്പം അങ്ങനെയൊന്നും നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ ആ ഫ്രണ്ട് പറയണം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ജിയാന് വരുന്നത്. അപ്പോൾ ജിയാന് അവളുടെ കയ്യിലുള്ള ഒരു ജ്യൂസ് സീക്കുവിന് കൊടുക്കണം. അപ്പോൾ മറ്റേ ജ്യൂസ് ഇവൻ്റെ ഫ്രണ്ടിനെന്ന് വിചാരിച്ച് അയാൾ പറയുന്നുണ്ട്, എന്താ ജ്യൂസ് എൻ്റെ കയ്യിലേക്ക് തിന്നോളൂ എന്ന് അയാൾ പറയുമ്പോൾ അവൾ പറഞ്ഞാൽ, അത് ഞാൻ എനിക്കുള്ളതെന്നല്ല, ഇത് എൻ്റെ മറ്റേ ചേട്ടൻ സിയാവോക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ സീക്ക് പറയണ, കണ്ട അനിയത്തിമാരുണ്ടായുള്ള ഗുണം ഇതാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജ്യൂസ് കുടിക്കാൻ നേരത്ത് അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് നിന്ന് തട്ടി വാങ്ങിച്ചിട്ട് ആ ജ്യൂസ് കുടിച്ചിട്ട് വീണ്ടും അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നീ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ കുടിച്ച സ്ട്രോ തിരിച്ച് വെച്ചിട്ട് പിന്നീട് നമ്മുടെ സീക്ക് കുടിക്കുകയാണ്. ഇത് വരികയാണ് നമ്മുടെ 7ാമത്തെ എപ്പിസോഡ്.